ശരവണ, ഇതൊക്കെ ഒരു സാമ്പിളല്ലടാ. ഇതൊക്കെ നിന്റെ മുറിവൊന്ന് മാറാനുള്ള വെറും സ്പിരിറ്റ്. അടുത്ത വരവന് ഈ മുറിവല്ല, മുറിവ് വലുതാവും. കിട്ടിയ വിവരങ്ങളനുസരിച്ച് ഇന്ന് ചിലപ്പോ അറസ്റ്റ് ഉണ്ടായേക്കും. സർ, അഡ്വക്കേറ്റ് പറഞ്ഞു കേട്ടില്ലേ? മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാലോ. സോറി ജയ, മുൻകൂർ ജാമ്യത്തിന് മൂവ് ചെയ്താലും ഇന്നോ നാളെയോ അത് നടക്കില്ല. സോ എവിടേക്കെങ്കിലും മാറുന്നതാണ് ബുദ്ധി. ഇങ്ങോട്ട് മാറാനാണ് വക്കീലേ. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ബാക്കി കിടക്കല്ലേ. നിങ്ങൾ JR അസോസിയേറ്റ്സിന്റെ നിലനിൽപ്പിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുക. പക്ഷെ എനിക്കതിനെക്കുറിച്ച് യാതൊരു ചിന്തയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആയുഷ്കാലം ജയിലിൽ കിടക്കാനും ഒരു തൂക്ക് കയറി തൂങ്ങാനും ഞാനൊരുക്കുക. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ദ്രോഹിച്ച ഒരാളും പുറത്തില്ല എന്ന് എനിക്ക് ഉറപ്പ് വേണം. ഇപ്പൊ തന്നെ സാറൊന്ന് ആലോചിച്ച് നോക്കി. അച്ഛനെ ഞാൻ ഹൈദരാബാദിലേക്ക് അയച്ചു. അച്ഛനെ കൊല്ലാനുള്ള നീക്കങ്ങൾ ഞാൻ അവിടെ സെറ്റ് ചെയ്തു. ബട്ട് സ്റ്റിൽ എനിക്കൊരു മെസ്സേജോ ഒരു കോളോ വന്നിട്ടില്ല. ഈ ലോകത്തെ ഏറ്റവും വലിയ കുറ്റമായിട്ട് ഞാൻ കണക്കാക്കുന്നത് നിത്യ ഒരാൾ തൊടുന്നതാ. അവളെ ഒരുത്തൻ തൊട്ടു, അവളുടെ കൂടെ ജീവിച്ചു. ഹരി, അവൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. ദെൻ നിത്യ, ഹരിയുടെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്നവൾ. എന്റെ ശ്രദ്ധക്കുറവുകൊണ്ട് മാത്രം കൈവിട്ടു പോയൊരുത്തി. ഇവരെല്ലാവരും ചാകാനുള്ള കുറ്റം ചെയ്തവരാ. ഞാൻ പിന്നെ എങ്ങനെ സമാധാനത്തോടെ പോലീസിന്റെ കൂടെ പോവും? JR എന്താ ഉദ്ദേശിക്കുന്നത്? സാറേ, സാറ് പറഞ്ഞതിന്റെ 5 ഇരട്ടി സാറിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. സ്വാമി ഇത്രയും കാലം ചെയ്ത സേവനത്തിനുള്ള തുക JR എന്ന കോർപ്പറേറ്റിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വെറും വാർത്തയിൽ ഒതുങ്ങിക്കൂടാൻ എനിക്ക് താല്പര്യമില്ല. 4 or 5 കൊലകൾക്ക് ശേഷം JR അറസ്റ്റിൽ. ഇത് പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വരണം. സാറ് വയ്ക്കൂ. അറസ്റ്റ് ഉണ്ടായാൽ ഞാൻ വിവരം അറിയിക്കാം. അപ്പൊ വന്നാ മതി. സ്വാമിക്ക് പോണം. പോവാം, അതിനും വിരോധമില്ല. സർ, ശരവണന്റെ കാര്യം? ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് ബലി നടക്കാൻ പോവല്ലേ സ്വാമി. ശരവണനാണ് അത് ആദ്യമെങ്കില് ശരവണനോട് ഞാൻ ചോദ്യങ്ങൾ ആവർത്തിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ
ശരവണൻ ഉണ്ടാവില്ല. JR എന്ന കോർപ്പറേറ്റ് ക്രിമിനലിനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് സൂചന. മിക്കവാറും ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടായേക്കാം. നിരവധി കൊലപാതക കേസുകളിൽ നിന്നും മുൻപ് ഇയാൾ രക്ഷപ്പെട്ടുവെങ്കിലും അവസാനം മിക്കവാറും ഇന്ന് തന്നെ ജീവന്റെ അറസ്റ്റ് ഉണ്ടാവുന്ന പറയുന്നു. ഇത്രയും വലിയ കേസും അന്വേഷണമൊക്കെ ആവുമ്പോ പോലീസിനെ വെട്ടിച്ച് ഒരിടത്തേക്കും കടക്കാൻ പറ്റില്ല അവന്. പിന്നെ നിയമം തീരുമാനിക്കട്ടെ. ജീവനെ പോലീസ് അറസ്റ്റ് ചെയ്താലും അച്ഛന്റെ കാര്യത്തിലൊരു തീരുമാനമാവില്ലല്ലോ. അറസ്റ്റ് നടക്കട്ടെ മോളെ. അതിനു പുറകെ രഘുസാറിന്റെ കാര്യം നമുക്ക് പോലീസിൽ അറിയിക്കാം. അന്വേഷണത്തിൽ അവരതും ഉൾപ്പെടുത്തുമല്ലോ, അല്ലേ സുജാത? അവന്റെ സംസാരം അനുസരിച്ച് രഘുവേട്ടൻ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും രഘുവേട്ടൻ അവന്റെ ആളുകളുടെ കസ്റ്റഡിയില. അവൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് തോന്നിയാൽ രഘുവേട്ടനെ ഉപദ്രവിക്കാനായിരിക്കും അവന്റെ ആദ്യത്തെ തീരുമാനം. എങ്ങനെയെങ്കിലും നമ്മളെ വേദനിപ്പിച്ചല്ലേ പറ്റൂ. നമുക്ക് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാ. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടുമ്പോ തെറ്റ് ചെയ്യാത്തവൻ രക്ഷപ്പെടണമല്ലോ. ഞാനിപ്പോഴും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം. എന്റെ ജീവൻ എടുത്തിട്ട് പോലും രഘുവേട്ടനെ രക്ഷിക്കണേന്ന്. ഇനി ഒന്ന് കാണാൻ പോലും എനിക്ക് വിധി ഉണ്ടാവുമോന്നറിയില്ല.